ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് മുളയറ ബിഷപ്പ് യേശുദാസൻ CSI കോളേജിലെ അധ്യാപകരും NSS യൂണിറ്റിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M എല്ലാവരെയും സമുദ്രതീരത്തിലേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. 74 സ്കൂളിലെ കുട്ടികൾ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൽ വന്നിട്ട് വെറും കയ്യോടുമല്ല തിരികെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠഭാഗത്തിനപ്പുറം ഓരോ വീട്ടിലും എങ്ങനെയാണ് കുടുംബങ്ങൾ മുൻപോട്ട് പോകേണ്ടതെന്ന് ഇവിടെ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളുടെ കോളേജിൻ്റെ കുറച്ചപ്പുറമായി ഏതാണ്ട് 2 ദിവസത്തിന് മുമ്പ് നല്ലൊരു വാർത്തയുണ്ടായിരുന്നു. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും. കാരണം ഞങ്ങളെല്ലാം വായിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. ഒരച്ഛൻ, ആ അച്ഛൻ്റെ ജീവന് എത്ര ലക്ഷം രൂപയുടെ വില ഉണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് മക്കളാണ്. അച്ഛൻ ചെയ്തൊരു തെറ്റ് വേറൊന്നുമല്ല. അച്ഛൻ 3 കോടി രൂപയുടെ ഒരു ഇൻഷുറൻസിൻ്റെ പോളിസി എടുക്കാൻ അച്ഛൻ എടുത്തു എന്നതാണ് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. 2 മക്കളെ 26ഉം 27ഉം വയസ്സുള്ള 2 മക്കളെ വളർത്തി ആ നിലയിലെത്തിക്കണമെങ്കിൽ അച്ഛൻ എന്തെല്ലാം സഹിച്ചിട്ടായിരിക്കണം, എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും സഹിച്ചിട്ടായിരിക്കണം അച്ഛൻ ആ 2 മക്കളെ വളർത്തി വലുതാക്കിയത്. പക്ഷേ മക്കൾ ഓർക്കാൻ മറന്നുപോയി. ഒരു നിമിഷം ആ മക്കൾ ഓർത്തിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾ ആ വാർത്ത വായിച്ചായിരുന്നോ? കുട്ടികളാരെങ്കിലും വായിച്ചായിരുന്നോ? തിരുവനന്തപുരം തൊട്ടപ്പുറത്ത് തൊട്ട് സ്റ്റേറ്റിലായ തമിഴ്നാട്ടിൻ്റെ ബോർഡർ പ്രദേശത്ത് നടന്നൊരു വാർത്തയാണ്. മലയാള പത്രങ്ങളെല്ലാം നല്ല ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. നിങ്ങളാരും കേട്ടില്ലല്ലേ? കണ്ടതുമില്ല. 27 വയസ്സുള്ള ഒരു മകനും 26 വയസ്സുള്ള മകനും കൂടി ചേർന്ന് ആ അച്ഛനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം, അല്ലെങ്കിൽ 3 കോടി രൂപ എങ്ങനെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കൈക്കലാക്കാം എന്ന് ഇവർ 2 പേരും കൂടി ചേർന്ന് കൂടിയിരുന്ന് ആലോചിച്ചു. അപ്പോൾ അച്ഛൻ സ്വയം മരിച്ചാലും കിട്ടാൻ സാധ്യത കുറവാണ്. യാദർച്ഛ്യമായി മരണം സംഭവിച്ചെങ്കിൽ മാത്രമേ ആ ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടാൻ സാധ്യതയുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് ഒരു പാമ്പിനെ കൊണ്ടുവന്ന് അച്ഛൻ്റെ കഴുത്തിൽ കൊത്തി. ആ വിഷത്തിൻ്റെ വെനം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഈ മകനും 2 മക്കളും ആസ്വദിക്കുകയായിരുന്നു. അച്ഛൻ മരിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ അച്ഛനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനങ്ങളെല്ലാം അതായിരുന്നു വിശ്വസിച്ചത്. പാമ്പ് കടിച്ചു 54 വയസ്സുള്ള ഒരച്ഛൻ മരണപ്പെട്ടു, പ്രായമില്ല എന്നായിരുന്നു വാർത്ത എല്ലായിടത്തും പരന്നത്. യാദർച്ഛ്യമായി ഇൻഷുറൻസ് കമ്പനി ഇതിനെ കണ്ടത് മറ്റു വിധത്തിലാണ്. ആ ഇൻഷുറൻസ് കമ്പനി ആ മരണത്തെ ചികഞ്ഞെടുത്തു. എത്രയും പെട്ടെന്നൊരു പോളിസി എടുക്കുന്നു. പോളിസിയുമായി ബന്ധപ്പെട്ട് ഈ 3 കോടി രൂപയുടെ അവകാശികൾ ഈ ഇൻഷുറൻസ് കമ്പനിയായി ബന്ധപ്പെട്ട് നിരന്തരം ചെല്ലുന്നു. സംശയത്തിനിടയിൽ ഇവർ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. ആ ഇൻഷുറൻസ് കമ്പനിയാണ് യഥാർത്ഥ കൊലപാതകയെ സമൂഹത്തിന് മുന്നിലേക്ക് കാണിക്കാനിടയായത്. സ്വന്തം അച്ഛനെ കൊന്ന 2 മക്കളുടെ കഥയാണ് അതിലൂടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഇന്ന് ദൃശ്യമാധ്യമവും പത്രമാധ്യമവും എടുത്താൽ ഏറെയും കാണുന്ന വാർത്തകൾ അത് തന്നെയാണ്. ഭാര്യയെ വെട്ടിക്കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛനെ വെട്ടിക്കൊന്നു. ഇത്തരം വാർത്തകളെല്ലാം നമുക്ക് എല്ലാ പത്രങ്ങളിലും കേൾക്കുവാനും കാണുവാനും കഴിയുന്നത്. കൊച്ചു കുട്ടികളെ വാർത്ത എടുത്താലോ, 16 വയസ്സുള്ള ആൾ ബൈക്ക് പോസ്റ്റിലിടിച്ച് മരണപ്പെട്ടു. 17 വയസ്സുള്ള ആൾ
ബൈക്ക് വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടു. മരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അച്ഛനും അമ്മയും 17, 18, 19 വയസ്സാക്കി എടുക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അവരും ഒരു അച്ഛനായി മാറണം. അപ്പോഴേ അതിൻ്റെ ഒരു കുട്ടിയെ വളർത്തുന്നതും വലുതാക്കുന്നതിനും വേദനകൾ മനസ്സിലാക്കൂ. 9 മാസം ചുമന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ വേദന മാതാവിന് മാത്രമാണ് അറിയാൻ കഴിയുന്നത്. കൂടെ സ്വന്തം ഭർത്താവിന് അതിൻ്റെ വേദനയെല്ലാം ഉള്ളിലൊതുക്കി അവരോടൊപ്പം ചേർന്ന് ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങൾ പോലെ ആ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, ആ അമ്മ ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞ് വളർന്ന് വലുതാകുന്നത് എങ്ങനെയാണെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും എണ്ണിയാണ് ആ അമ്മ പോകുന്നത്. കുഞ്ഞിൻ്റെ തലയിൽ ഒരു മുടി വളർന്നാൽ, ഒരു പല്ല് കളിച്ചാൽ അടുത്ത പല്ല് വരുന്നവരെ കാത്തിരിക്കും. അങ്ങനെയാണ് ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നിങ്ങളെപ്പോലെ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും വലുതാക്കിയത്. ഇങ്ങനെ വലുതാക്കിയ ആളുകളാണ് ഈ കാണുന്ന അച്ഛന്മാരും അമ്മമാരും. യാദർച്ഛയായി ഇവിടെ എത്തിപ്പെട്ടതാണ്. എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ഇനി നിങ്ങളാണ് ചോദിച്ചറിയേണ്ടത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളാവാം, യാദർച്ഛയായി കണ്ടുപെട്ടതാവാം. നിങ്ങൾ ഇവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാണ് വന്നുപെട്ടതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ടീച്ചർ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. ക്രിസ്മസിൻ്റെ ആഘോഷം മാത്രമല്ല, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങളും വയോജന കേന്ദ്രത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഇന്ന് രാവിലെ നിങ്ങൾ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒരമ്മ ഈ വാതിലിൻ്റെ അടുത്ത് ഓട്ടോറിക്ഷ ഇറങ്ങി എൻ്റെ അടുത്ത് ചോദിച്ചത്, എൻ്റെ അമ്മയെ ഇവിടെ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എൻ്റെ അമ്മ വീട്ടിലുണ്ട്, ഞങ്ങൾ ശബരിമലയിൽ പോയിട്ട് തിരികെ വന്നതാണ്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ജോലി? തൊട്ടടുത്ത് കൊല്ലത്ത് ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ് സ്റ്റാഫാണ്. എനിക്ക് നൈറ്റും ഡേയും പോകണം, അതുകൊണ്ട് അമ്മയെ നോക്കാൻ പറ്റത്തില്ല. എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഞാൻ ഇവിടെ തരാം എന്ന് പറഞ്ഞാണ് ഈ 10 മിനിറ്റ് മുമ്പ് ഒരു അമ്മ വന്നിട്ട് പോയത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ അമ്മയെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതല്ല. നിങ്ങളുടെ സമ്പത്തിന് വേണ്ടിയല്ല ഈ സ്ഥാപനം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ അമ്മയെ നിങ്ങൾ സ്വന്തമായിട്ട് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൈറ്റിന് പോകാൻ ചെല്ലാൻ കഴിയില്ല എന്ന് ആ ഹോസ്പിറ്റലിനെ അറിയിച്ചുകൊണ്ട് പകൽ സമയങ്ങളിൽ ജോലി ചെയ്ത് ഈ അമ്മയെ കഷ്ടപ്പെട്ട് വളർത്തണം. ആ അമ്മ പറഞ്ഞത് എനിക്കത് സമ്മതമാണ്, പക്ഷേ നൈറ്റും അവിടെ പോകേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മക്കൾ പൂർണ്ണമായി അച്ഛന്മാരെ ഉപേക്ഷിക്കുന്ന സാഹചര്യവുമില്ല. യാദർച്ഛയായി പഠിക്കാൻ വേണ്ടി മറ്റ് വിദേശ നാടുകളിൽ പോകുമ്പോൾ യാദർച്ഛയായി സംഭവിക്കുന്നുണ്ടാവാം, എന്നാൽ അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നുണ്ടാവാം. സമുദ്ര രൂപം കൊണ്ടിട്ട് എന്ന 5 വർഷം പിന്നിടുമ്പോൾ 162 പേരാണ് ഈ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ വന്നു പോയത്. 670 അപേക്ഷകളാണ് നമ്മുടെ കയ്യിലേക്ക് എത്തിയത്. അതാത് വീടുകളിൽ പോയി കൃത്യമായി പരിശോധിച്ച് ആരും നോക്കാനില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഇവിടെ എത്തിപ്പെട്ടത്. അതിനെക്കുറിച്ച് ചോദിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസത്തിലും ഇവിടെ എത്തിപ്പെട്ടത്. മുൻകാലങ്ങളിൽ കഴിഞ്ഞ വർഷവും എനിക്കത് ടീച്ചറിൻ്റെ നേതൃത്വം തന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ടീച്ചർ നമ്മുടെ കുടുംബത്തിലൊരു അംഗമാണ് എന്ന് വേണം പറയാൻ. സതീഷ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ സന്ദേശം തന്നെയാണ്. യേശുദേവൻ നമ്മോട് പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്, അവരവരെ തന്നെയാണ്. അപ്പോൾ നമ്മളെപ്പോലെ അയൽക്കാരനെയും കാണുക എന്നത് ചില്ലറ കാര്യമല്ല. അത് സാധ്യമായാൽ ഈ ലോകത്ത് പിന്നെ ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും സുഖവും സന്തോഷവും മാത്രമേ ഉണ്ടാവൂ. നമ്മൾ യേശുദേവൻ്റെ സന്ദേശം എന്താണോ യേശുദേവൻ പറഞ്ഞത് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ്
ഈ നാടിൻ്റെ പ്രശ്നം. ഈ ദിനത്തിലെങ്കിലും നമ്മൾ ആ സന്ദേശം ഓർക്കാനും അതിൻ്റെ ആന്തരികമായ അർത്ഥം ശരിക്കും തിരിച്ചറിയാനും അത് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതവും ധന്യമാകും, സന്തോഷപ്രദമാകും, അർത്ഥപൂർണമാകും. അപ്പോൾ ഈ ദിനം തന്നെ ഇവിടെ എത്തുന്നതിന് തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ട നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൽ എത്രമാത്രമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ അതിന് ഈ സന്ദർശനം, ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഈ അവസരം നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അപ്പോൾ അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ സമുദ്രതീരത്തിലെ സഹോദരന്മാരെ, ഈ കൂട്ടുകുടുംബത്തിലെ സഹോദരന്മാരെ കാണുന്നതിനും അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതിനും കിട്ടിയ ഈ അവസരം വളരെ സന്തോഷപൂർവ്വം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. NSS പ്രോഗ്രാം ഓഫീസർ ജോത്സന എസ് ബാബു, അമൽ SS, അഞ്ജിത ഉണ്ണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇതൊരു പൊതുവെയുള്ള ഒരു വൃദ്ധസദനം എന്നുള്ള കാഴ്ചപ്പാടിനപ്പുറം ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ഇവിടെ എല്ലാവരും താമസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോഴേ മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും NSS വോളണ്ടിയേഴ്സാണ്. NSS വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് മാതൃകയാകേണ്ട കുട്ടികളാണ്. അപ്പോൾ നിങ്ങളിവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നത് ഓരോരുത്തരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം, അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കണം. നിങ്ങളുടെ വീട്ടിലും ഉണ്ട് അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, അങ്ങനെ എല്ലാവരും. നിങ്ങളും ഒരു ദിവസം ഈ ഒരു പ്രായത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ആദ്യത്തെ മാറ്റം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേണം, അതിനുശേഷമാണ് സമൂഹം മാറേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത് നിങ്ങളൊരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ അമ്മുമ്മയോ ആരും തന്നെ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റപ്പെടുത്തില്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ. അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ 3-ാമത്തെ ദിവസം ക്രിസ്മസ് ആഘോഷമാണ്. ഇന്ന് നമ്മളെല്ലാവരും വീട്ടിലായിരുന്നെങ്കിൽ നമ്മളൊരു സാധാരണ ദിനം പോലെ ആഘോഷമായി കടന്നു പോകുമായിരുന്നു. പക്ഷെ നമ്മളൊരു കുറച്ച് സെലക്ട് ചെയ്ത വോളണ്ടിയേഴ്സ് നമ്മൾ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പിലായിരിക്കാനും അവിടെ നിന്ന് ഈ ഒരു ക്രിസ്മസിൻ്റെ ദിവസം ഈ ഒരു സമുദ്രതീരം എന്നൊരു കൂട്ടുകുടുംബത്തിലേക്ക്, ഞാൻ ഒരിക്കലും ഇതിനൊരു വയോജന കേന്ദ്രമെന്നോ വയോജന മന്ദിരമെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കൂട്ടുകുടുംബം എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കൂട്ടുകുടുംബത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു. ഇവരെല്ലാം കാണുവാനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലൂടെ പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ NSS വോളണ്ടിയേഴ്സും നമ്മൾ ഇന്ന് രാവിലെ ഈ ക്യാമ്പിന് തന്നെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്. മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആകട്ടെ. നമ്മുടെ പാട്ടിലെ ആദ്യത്തെ ആ ഒരു വരിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് തിരിഞ്ഞു തന്നെ അത് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം. അപ്പോൾ ഏത് മതമായാലും ഏത് രീതിയായാലും നമ്മുടെ മനസ്സ് നന്നായാൽ മാത്രമേ, നമ്മുടെ മനസ്സ് നന്നായിരിക്കുക എന്നതാണ് പ്രധാനമായൊരു ലക്ഷ്യം. നമ്മുടെ മനസ്സ് നന്നാക്കുവാനും നമുക്ക് ഇവരോടുമായിട്ട് ഇടപഴകി ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നാളെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ഈ ഒരു ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നമ്മളിവിടെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കുന്നു, ഒരു പാട്ട് പാടുന്നു എന്നത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവരോട് കൂടെ സമയം ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവരുടെ കുറച്ച് ജീവിത അനുഭവങ്ങളുണ്ടാവും. അത് നമുക്കിപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാ വോളണ്ടിയേഴ്സിനും ഒരു 19-20 വയസ്സായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിവില്ല. അപ്പോൾ നമ്മളൊരു വയോജന കേന്ദ്രം അല്ലെങ്കിൽ ഒരു വയോജന മന്ദിരം എന്നൊക്കെ അറിഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കറിയാം കുറേ പേര്, കുറേ അമ്മച്ചിമാർ ഒന്നിച്ച് താമസിക്കുന്നു. പക്ഷേ എന്താണ് അതിലുള്ളൊരു റിയാലിറ്റി എന്ന് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്
നമുക്ക് വേണ്ട ഒരു ജീവിത മൂല്യങ്ങൾ എന്നാലും നമുക്ക് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് സാധിക്കും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഈ സമുദ്രതീരത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒരുപക്ഷെ അടുത്ത തവണ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുന്നത് ഇതിന് കുറച്ച് അപ്പുറത്ത് ഒരു 400 മീറ്റർ അപ്പുറത്തുള്ള പുതിയ മന്ദിരത്തിലേക്കായിരിക്കും. അവിടെ ഏകദേശം 100 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന 4 നില മന്ദിരത്തിൻ്റെ പ്ലാനാണ്. 2 നില മന്ദിരത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. കുറേ സാമ്പത്തിക ബുദ്ധിമുട്ട് റൂവൽ സിംഗിനുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഉദ്ഘാടനം വൈകി പോവുകയാണ്. എന്നാലും അതിവേഗത്തിൽ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അറിവ് വെച്ച് ഏകദേശം 5.5 കോടി രൂപയോളം സമുദ്രതീരത്തിൻ്റെ ആ പുതിയ ബിൽഡിങ്, അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പിന്നെ ലൈബ്രറിയുടെ ഒരു പുതിയ മന്ദിരം, അതിൻ്റെ കൂടെ ഒരു സ്റ്റേഡിയവും ഒക്കെ ഓപ്പൺ ജിമ്മും ഒക്കെ സജ്ജീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ സഹായങ്ങളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും KSFEയുടെ ചെയർമാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹം 26 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു വരുന്ന ഒരു എമൗണ്ട് സോളാർ പാനൽ വയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊക്കെ മുന്നിലുള്ളൊരു പശ്ചാത്തലം, നിങ്ങൾ കണ്ട ആ കൃഷകാത്രനായ റൂവൽ സിംഗ് എന്ന് പറഞ്ഞ ആ സുന്ദര കളയബരൻ, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. നിങ്ങളെപ്പോലെ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന, ഇത് അദ്ദേഹത്തിൻ്റെ വീടാണ്. ഈ കാണുന്ന സമുദ്രതീരം കൂട്ടുകുടുംബമായി മാറിയിരിക്കുന്ന അദ്ദേഹം വളർന്ന വീടാണ്. ജനിച്ച വീട് വേറെ ഇതേ സ്ഥലത്തൊരു ചെറിയ വീടായിരുന്നു. 10ാം ക്ലാസ് വരെ മാത്രമേ വിദ്യാഭ്യാസം നേടാനുള്ള അദ്ദേഹത്തിന് അവസരം ഉണ്ടായുള്ളൂ. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതിനു മുമ്പ് പഠിത്തം നിർത്തേണ്ടി വന്നു. അമ്മയുടെ അസുഖ സംബന്ധമായിട്ട്, അസുഖം എന്ന് പറഞ്ഞുകൂടാ, അമ്മയെ ഒരു പാമ്പ് കടിച്ചു. ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഉണ്ടായ ബുദ്ധിമുട്ടും അമ്മയെ ചികിത്സിക്കാനായിട്ട് ഒപ്പം നിന്നതിൻ്റെ ഫലവുമായിട്ട് തൻ്റെ പഠിത്തം തുടരാൻ കഴിയാതെ വന്ന റൂവൽ സിംഗ് ആണ് ഇന്ന് ഇപ്പോൾ ഇവിടെ 40-നടുത്ത് അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത്. വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങളെപ്പോലെയുള്ള മക്കളെ പെറ്റു വളർത്തിയ അച്ഛനമ്മമാരാണ്. ഒത്തിരി സഹോദരന്മാരും ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച റൂവൽ സിംഗ് എങ്ങനെ ഇതിനകത്ത് എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ട് അമ്മ മാത്രമായിട്ട് വളർത്തിയെടുത്ത ഈ മകൻ, ഞാൻ പറഞ്ഞു 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ കഴിയാത്തത് അന്ന് മുതൽ, അന്നല്ല അതിനു മുൻപേ, ശരിക്കും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഇവിടെ തൊട്ടടുത്തൊരു പാറയുണ്ടായിരുന്നു, കല്ലുവാതുക്കൽ പാറയെന്ന് പറയും. ഇപ്പോൾ ഒരു വലിയ കുഴിയാണ്. പണ്ട് അതിൻ്റെ മുകളിൽ ആൽമരമൊക്കെ ഉണ്ടായിരുന്നു. പാലയുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ കയറിയുന്ന സഹ്യപർവ്വതം കാണാമായിരുന്നു. കടൽ കാണാമെന്നൊക്കെയാണ് അതിനു മുമ്പുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ആ പാറ നിന്ന സ്ഥലം ഇപ്പോൾ കുഴിയായി. ആ പാറയിൽ ഈ ചെറുപ്രായത്തിൽ തന്നെ മെറ്റലടിച്ചും പാറ ലോറിയിലേക്ക് കയറ്റിയും പാറ കൊണ്ടുപോകുന്ന ലോറി കഴുകിയുമൊക്കെ വളർന്ന ഒരു ബാല്യമാണ് റൂവൽ സിംഗിനുള്ളത്. അത്തരം ഒരു ബാല്യ കൗമാരങ്ങളിൽ വളർന്ന റൂവൽ സിംഗാണ് ഇങ്ങനെ കുറേ അച്ഛനമ്മമാരെ സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സമുദ്രതീരമെന്ന് പറയുന്ന ഈ സ്നേഹതീരം ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം വിവിധ ബാങ്കുകളിൽ നിന്നായിട്ട് 9 ലോൺ എടുത്ത് 9ാമത്തെ ലോൺ ഓവർ ഡ്രാഫ്റ്റായിട്ട് ഇട്ടിരിക്കുക. അതായത് നമ്മൾ പൈസ പിൻവലിക്കുന്ന അനുസരിച്ച് മാത്രം പലിശ അടച്ചാൽ മതി. ബാക്കി 8 ലോണും പൂർണ്ണമായിട്ടെടുത്ത് ഞാൻ ഈ പറഞ്ഞ ആ ബഹുനില മന്ദിരത്തിൻ്റെ പണി, അതിന് ആവശ്യമായ വസ്തുക്കൾ, സ്ഥലം ഒക്കെ മേടിച്ച് ചേർത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമെന്ന് പറയുന്നത് ഏകദേശം 5 വർഷത്തിലേറെയായിട്ട് ഈ കല്ലുവാതുക്കൽ പ്രവർത്തിക്കുന്ന ഒരു UP സ്കൂളിൽ വെച്ച് കണ്ണ് പരിശോധനാ ക്യാമ്പ്, തിരുനെൽവേലിയിലെ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് കണ്ണ് പരിശോധനാ ക്യാമ്പ് നടത്തുന്നുണ്ട്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഈ 4 ജില്ലയിൽ നിന്ന് ഏകദേശം 1500ഓളം ആളുകൾ
എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ എത്തിച്ചേരാറുണ്ട്. ആ കണ്ണുപരിശോധന ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു 250-നും 300-നും അടുത്ത് എല്ലാ മാസവും ഓപ്പറേഷന് വേണ്ടിയിട്ട് തിരുനെൽവേലിയിൽ കൊണ്ടുപോകും. ആ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും സമുദ്രതീരം തന്നെയാണ് വഹിക്കുന്നത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മയെ പാമ്പ് കടിയേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി കിട്ടാതെ വന്ന ആ സാഹചര്യം ആ ഉള്ളിൽ സൂക്ഷിച്ചിട്ടാണ് നിങ്ങളിവിടെ ചിത്രത്തിൽ കാണുന്ന ഒരു ആംബുലൻസ്. ഈ ആംബുലൻസ് ഈ നാട്ടിലെ അനാഥരായ ആളുകളാണെങ്കിലും സനാഥരാണെങ്കിലും കാശുള്ളവനും ഇല്ലാത്തവനും ഏത് സമയം വിളിച്ചാലും സൗജന്യ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന വാഹനമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന നമ്മുടെ ആംബുലൻസ്. അതുപോലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അത്യാഹിത വിഭാഗത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ സമുദ്രതീരം എന്ന് ബോർഡ് വെച്ച ഒരു അലമാര ഇരിപ്പുണ്ട്. ആ അലമാരയിൽ പുതിയ വസ്ത്രങ്ങൾ വെച്ചിരിപ്പുണ്ട്. അത് അപകടം പറ്റിയോ എന്തെങ്കിലും തരത്തിൽ പരിക്ക് പറ്റിയോ രക്തമൊക്കെ പുരണ്ട് വസ്ത്രമായിട്ട് വരുന്നവർക്ക് വസ്ത്രം മാറണമെങ്കിൽ ആ അലമാരയിൽ നിന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാരുടെ കയ്യിലിരിക്കുന്ന താക്കോല് മേടിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുക്കത്തക്ക രൂപത്തിൽ ഇങ്ങനെ സൗജന്യമായിട്ട് വസ്ത്രവിതരണം, ആംബുലൻസ് സർവീസ്, സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് ഇതൊക്കെ നടത്തുന്നതിൻ്റെ കൂടെയാണ് ഈ സമുദ്രതീരവും. ഇതിനകത്ത് ഇപ്പോൾ ഈ 5.5 കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനമെന്ന് പറയുന്നത് വർക്കുകൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ കോടീശ്വരന്മാരുടെ ഈ റോഡൊക്കെ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ കോടികൾ കിട്ടും. ഇത് ചെറിയ വർക്കുകൾ 15 ലക്ഷത്തിൻ്റെയും 25 ലക്ഷത്തിൻ്റെയും ഏറിയാൽ 1-2 കോടി രൂപയുടെ വരെ വർക്കുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടാറുള്ളൂ. എങ്കിലും കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറായിട്ടാണ് റുവൽ സിംഗ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും വളരെ ചുരുക്കം സുമനസ്സുകൾ, അതായത് എൻ്റെ അറിവ് ഓർമ്മ മങ്ങിയിട്ടില്ലെങ്കിൽ 44 ലക്ഷം രൂപ ഏതാനും സുഹൃത്തുക്കൾ 2 ലക്ഷം രൂപ വെച്ച് ഓഫർ ചെയ്ത് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് ആദ്യം കൊടുത്തു. പിന്നെ എല്ലാം സിംഗിൻ്റെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന തുക കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. ഇത് സർക്കാരിൽ നിന്ന് 5 പൈസ ഇതുവരെ ഗ്രാൻറ്റോ മറ്റു സഹായങ്ങളോ ലഭിക്കാതെ സന്മനസ്സുള്ള ചില നാട്ടുകാരും കുറച്ച് പേര് മാത്രം ഒക്കെ സഹായിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും നേരത്തെ തീരുമാനിച്ചതോ ആരും ഏൽപ്പിച്ചതോ ആയതല്ല. സിംഗിന് സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തോന്നിയ ആ ബാധ്യത കൊണ്ടാണ്. എന്നെപ്പോലെയുള്ള ചിലരൊക്കെ ഇവിടെ വല്ലപ്പോഴും കൂടി വന്നു പോകും. ഞാൻ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നു. അതിനുമ്പ് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരുന്ന കാര്യം കോളേജിലെ കുട്ടികൾ വരും എന്ന് പറഞ്ഞതല്ലാതെ ആരാണെന്നൊന്നും അറിഞ്ഞില്ല. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വന്നത്. അപ്പോൾ വന്നത് നന്നായി. കാരണം വിദ്യാർത്ഥികളാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇവിടത്തേക്കെന്നല്ല, ഒന്നും വേണ്ട, നിങ്ങളുടെ അധ്യാപിക പറഞ്ഞതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ആരംഭിക്കുക. സ്വന്തം അച്ഛനെയും അമ്മയെയും കാരുണ്യത്തോടെ കാണുക. ഇപ്പോൾ നമുക്കതിന് സമയമില്ലല്ലോ. ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഫോണിൽ എത്ര മെസ്സേജ് വന്ന് കാണും, എത്ര പേര് മെസ്സേജ് ഇവിടുന്ന് ഷെയർ ചെയ്ത് കാണും. ഇവിടെ ഇരിക്കുന്നവർ, ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 1-2 പേര്. കാരണം നമുക്ക് സമയമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നിനും സമയമില്ല. പേടിക്കണ്ട, നമുക്ക് വളരെ താമസിയാതെ AI തന്നെ അച്ഛനെയും അമ്മയും ഒക്കെ തരും. പക്ഷേ അച്ഛനെയും അമ്മയും തരുമ്പോൾ അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവരെ നഷ്ടപ്പെടുമ്പോഴേ അവരുടെ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് സ്വന്തം അച്ഛനെയും അമ്മയെയെങ്കിലും കാരുണ്യത്തോടെ നോക്കാനും അതിനുശേഷം മറ്റുള്ള ആളുകളോട് സഹാനുഭൂതിയോടെ പെരുമാറാനും നിങ്ങൾ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇനിയും നിങ്ങൾ ഇതുപോലുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഇവിടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി റിക്വസ്റ്റ്, ഇവിടെ ഒരു വായനശാല പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ എങ്ങാനും വീട്ടിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞതോ അച്ഛനമ്മമാർ വായിച്ച് ഉപയോഗശൂന്യമായിട്ട് വെച്ചിരിക്കുന്നതോ പുസ്തകങ്ങൾ ഉപയോഗശൂന്യമല്ല കേട്ടോ, അങ്ങനെ വെച്ചിരിക്കുന്നതായ പുസ്തകങ്ങൾ ഒരെണ്ണം ആണെങ്കിലും ശരി, അത് വരുമ്പം അതും കൂടെ കയ്യിൽ വെച്ച് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ കഴിയുന്നത്ര പേരെ അത് വായിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത ഏപ്രിൽ മാസത്തിൽ കുട്ടികൾക്കായിട്ട് വെക്കേഷന് വായന കളരികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വായനശാലകളിൽ വായന കളരികൾ സംഘടിപ്പിച്ചതിൽ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത വായനാ വസന്തം എന്ന പരിപാടി ഇവിടെയാണ് ഞങ്ങൾ നടത്തിയത്. 103 കുട്ടികളാണ് ഒരു മാസം നീണ്ടു നിന്ന ആ ക്ലാസ്സിൻ്റെ അവസാന ദിവസം ഇവിടെ ഉണ്ടായിരുന്നത്.
അപ്പോൾ നിങ്ങൾ പുസ്തകങ്ങൾ തരാനുള്ള എൻ്റെ റിക്വസ്റ്റ് പരിഗണിക്കുക. ഇനി നന്ദി പറയുക എന്ന കർമ്മത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഉദ്ഘാടകനാണ്. ഞാൻ സ്വാഗത പ്രാസംഗികനും നമ്മുടെ റൂവൽ സിംഗിൻ്റെ നന്ദി പറയുന്ന മാറ്റിവയ്ക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സതീഷ് ബാബു, നിങ്ങൾക്കറിയാം അദ്ദേഹം എവിടെയെങ്കിലും അല്ല, അങ്ങ് ഊട്ടിയിലൊക്കെ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നത്. ഇപ്പോൾ പാരിപ്പള്ളിയിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈബ്രറിയുള്ള നായ ഗണേശ് മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സജീവ പ്രവർത്തകനും ഒക്കെയാണ്. മറ്റ് ഈ ഉത്സവപ്പറമ്പ് സാധാരണ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് സാമൂഹ്യ സംഘടനകളിലോ ക്ഷേത്ര കമ്മിറ്റികളിലോ ഒക്കെ ചേർന്ന് നടക്കുകയാണ് പതിവ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രന്ഥശാല പ്രവർത്തനവും ഒക്കെ ആയിട്ട് പോകുന്ന സതീഷ് ബാബുവിന് ഞാൻ സമുദ്രതീരത്തിൻ്റെയും നമ്മുടെ ലൈബ്രറിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് NSSൻ്റെ ആളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക ജോത്സ്ന എന്ന, ഞാൻ മകളെന്ന് പറയണോ വിദ്യാർത്ഥിനി എന്ന് പറയണോ എന്നറിയില്ല, എല്ലാമാണ് എനിക്ക് ജോത്സ്ന. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പുത്രിയാണെങ്കിലും വളരെയേറെ സ്നേഹത്തോടെ കാണുന്ന ജോത്സ്നയ്ക്ക് ഇങ്ങനെ രണ്ടാം പ്രാവശ്യവും കുട്ടികളെയും കൊണ്ട് NSSൻ്റെ വോളണ്ടിയേഴ്സിനെയും കൊണ്ട് ഇവിടെ വരാൻ തോന്നിയാലും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആളല്ല എങ്കിൽ പോലും അധ്യാപികയ്ക്ക് NSSൻ്റെ കോർഡിനേറ്റർക്ക് ഞാൻ സമുദ്രതീരത്തിൻ്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ബാക്കി കുട്ടികളുടെ ഞാൻ എടുത്തു പറയുന്നില്ല. എല്ലാ വിദ്യാർത്ഥിനികൾക്കും സമുദ്രതീരത്തിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ അച്ഛനമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും റൂവൽ സിംഗിനുൾപ്പെടെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദ്രയിലെ അച്ഛനമ്മമാർക്കായി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒരു നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോട് വിശേഷങ്ങൾ ചോദിച്ചറിയുകയും മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടി വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ഗെയിംസുകൾ നടത്തുകയും ചെയ്തു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള ബംഗാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. കുമിര കുമിര കുടി കൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തല ഇളക്കി മുടിയാട്ടി ഉയിരിനുയിരെ പാടൂ നമ്മളെ നല്ലേ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് പട്ടണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയുടെ തിരമലെ കടലിന്റെ കഥ ചൊല്ലി തിരയുടെ കരമലെ മലയുടെ കഥ ചൊല്ലി അത് പിന്നെ മലയുടെ പുഴയുടെ കഥ ചൊല്ലി അത് പിന്നെ
ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് പത്തനാപുരത്ത് 10 തത്ത ഒത്തുചെത്ത് കുത്തിയിരുന്നു. 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 ഇതാര് തച്ച സഞ്ചി ചന്ദ്രൻ സന്ധ്യയിൽ ചച്ച സഞ്ചി. ഇതാര് ആര് തച്ച സഞ്ചി ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാര് തച്ച സഞ്ചി ഇത് ചന്ദ്രൻ ചന്തയിൽ ചത്ത സഞ്ചി. ഇതാര് ചത്ത സഞ്ചി ഇതാര് എടാ അടുത്തത് റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് 5 പ്രാവശ്യം. ആര് പറയണം പെട്ടെന്ന്. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ. എടാ അടുത്തത് അരുത് കുതിരെ മതിലിലെ മുതിര തിന്നരുത് കുതിരെ. ഇതിനൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ സംഭവം ഇങ്ങനെയല്ല, പക്ഷേ ഇതിങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, അരുത് കുതിരെ മതിലിലെ മുതിര തിന്നരുത് കുതിരെ. രാമസ്വാമിയുടെ മൂത്തപുത്രൻ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി. ഓക്കെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രതീരത്ത് അച്ഛനമ്മമാർക്കൊപ്പം പങ്കിട്ട നിമിഷങ്ങളിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അവർ വേദിയിൽ പങ്കിട്ടു. ഇപ്പോൾ ഇവിടെ ഓരോരുത്തരും സംസാരിച്ചപ്പോൾ നമുക്ക് അവരുടെ വിഷമങ്ങളും ആയിരിക്കുന്ന അവസ്ഥയൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അവരിവിടെ ആയിരിക്കുന്നത് തന്നെ നല്ല ഇവിടെ ഉള്ളവർ നോക്കുന്ന നല്ല പോലെയാണ്. അവർക്ക് മനസ്സിൽ ഒരുപാട് അവരുടെ മക്കളെക്കുറിച്ചായാലും അങ്ങനെക്കുറിച്ച് നല്ലൊരു സങ്കടമുണ്ട്. അപ്പം അതൊക്കെ മാറും എന്ന് എല്ലാവരോടും പറയുന്നു. നിങ്ങളെല്ലാവരും നല്ലപോലെ നോക്കും. ദൈവം എല്ലാവരുടെയും കൂടെ ഉണ്ട്. പിന്നെ എല്ലാ പ്രോഗ്രാമും നല്ലപോലെ നടത്തി ഇവിടെ എന്നാലും പാട്ട് പാടിയതായാലും ഈ അങ്കിളിൻ്റെ പാട്ടൊക്കെ നല്ല രസമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. ഇവിടെ അറിയാത്ത കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിഷ്ണു കൃഷ്ണൻ. ഞാൻ ഒരു BCom സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ പാടിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യടേ. ബാക്കി എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെ പെർഫോം ചെയ്ത് നന്നായെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇഷ്ടപ്പെട്ടെല്ലാം. അപ്പോൾ നമ്മളിവിടെ വന്നു, നമുക്ക് ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റി. എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ക്യാമ്പിൽ ആണ് ആദ്യമായിട്ട് ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നതും ഇവിടെ എല്ലാവരെയും കാണുന്നതും ഇവിടെ കണ്ടവരെ സംസാരിക്കാൻ പറ്റിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ മാമൻ്റെ പാട്ട്. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ മാമൻ നല്ല ആക്റ്റീവായിട്ട് ഇന്ന് പാടി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമാണ്. ഞാൻ ഇവിടെ വന്ന സമയത്തും ശ്രദ്ധിച്ചതാണ്. നമ്മൾ പാട്ട് പാടാനായിട്ട് വിളിക്കുമ്പോൾ അവൻ്റെ പേരെന്തായിരുന്നു? രവീന്ദ്രൻ മാമൻ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് നമ്മളെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രോഗ്രാംസൊക്കെ എൻജോയ് ചെയ്തു. അതിലുപരി നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പറയാനാണെങ്കിൽ നമുക്കറിയാം ഇതുപോലെ എന്തോന്ന് പറയാം, നമ്മളും ഇതുപോലെ നാളെ ഇതുപോലെ പ്രായമാവുന്നതാണ്. ആവില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നാം നാളെ ഇതുപോലത്ത് പ്രായമാവും, ഇതുപോലെ ആവും. പക്ഷേ അപ്പോൾ നമ്മുടെ മക്കൾ കരുതണമെങ്കിൽ നമ്മുടെ അപ്പന്മാരെ നമുക്ക് കരുതണം. എന്നാൽ മാത്രമേ അത് കണ്ട് അവർക്ക് നമ്മളെ കരുതുവാനായിട്ട് കഴിയുള്ളൂ. ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉറപ്പുള്ള ആരെങ്കിലും കരുതി നമ്മുടെ അമ്മയപ്പന്മാരെ എങ്ങനെ നോക്കുന്നുവോ അത് കണ്ട് മാത്രമേ നമ്മുടെ മക്കൾ അവർക്ക് അത് കണ്ട് പഠിക്കുകയുള്ളൂ. ഞാൻ വേറെ ഒന്നുമല്ല പറയാൻ വന്നത്. ഇപ്പോൾ എൻ്റെ പപ്പയും അമ്മയും ജോലിക്ക് പോകുന്നു. പപ്പ രണ്ടുപേരും കൂലിപ്പണിയാണ്. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നു, പപ്പ അല്ലാതെ കൂലിപ്പണിക്കാണ് പോകുന്നു. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അവരുടെ അടുത്ത് അങ്ങനെ ഒന്നും സംസാരിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അല്ലാതെ ഞാൻ എൻ്റെതായിട്ട് ജോലിക്ക് പോയിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന കൊച്ചു കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ രാവിലെ വീട്ടിൽ ആടുണ്ട്, കോഴിയുണ്ട്, മുയലുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്ന് കോളേജ് കഴിഞ്ഞ് പോകുന്നു, നേരെ കടയിൽ പോകുന്നു, രാത്രി 12 മണി കഴിഞ്ഞ് വീട് എത്തുന്നു, വീണ്ടും രാവിലെ 6 മണിക്ക് കടയിൽ പോയിട്ട് അങ്ങനെ വരുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന കൊച്ചു കാര്യങ്ങൾ ഈ കിട്ടുന്ന സമയത്ത്
സമയത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് എന്നെ കൊണ്ട് ഈ ആടിന് വെള്ളം കൊടുക്കും. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. നമുക്ക് വലുതായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ രാവിലെ വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്നും പപ്പ വന്ന് ചിലപ്പോൾ എന്നും പപ്പയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞാൻ കൊടുത്തിട്ട് പോകുമ്പോൾ പപ്പയ്ക്ക് എന്നെ ഒരു തോന്നും, എൻ്റെ മോൻ എന്ത് ചെയ്തു ഇന്ന് രാവിലെ ആടിന് വെള്ളം കൊടുത്തിട്ട് പോയെന്ന് തോന്നും. അപ്പോൾ നമുക്കിപ്പോൾ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഒന്നും കഴിയില്ല, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നത്, നമ്മളെ പഠിപ്പിക്കാനായിട്ട് വിടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് ഇപ്പോൾ എല്ലാവർക്കും പഠിച്ച് തന്നെ ജോലി വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ മാക്സിമം നാം അതിനെ ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, നാം മുന്നോട്ട് വരാനായിട്ട് നോക്കണം. നാളെ നമുക്കിതുപോലൊരു സാഹചര്യം വരാതിരിക്കണമെങ്കിൽ എന്തിനാണ് നാം എത്രത്തോളം അവരെ കരുതുമോ അതനുസരിച്ച് നമുക്കും അതുപോലെ കിട്ടുകയുള്ളൂ. എനിക്കിത്രേ പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം വന്ന മോളെന്നെയും ചോദിച്ചു, ഞാൻ വന്നിട്ട് തന്നെ ഇവിടെ 1 വർഷമായി, എന്നിട്ട് പോലും ആ അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടായിരുന്നു. ആ അമ്മ എന്നോട് ഒരുപാട് സംസാരിച്ചു. ഇവിടുന്ന് കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു അത്. പിന്നെ കുറേ അമ്മച്ചിമാർ പറഞ്ഞു, കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ അപ്പച്ചന്മാരോടും സംസാരിച്ചു. അപ്പച്ചന്മാർക്കും പറയും ഓരോ ഉണ്ടായിരുന്നു. 1 വർഷം ആയിട്ട് പോലും എന്നെ ഇവർ ഓർത്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നുന്നു. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ NSS വോളണ്ടിയേഴ്സിനോടാണ്. എനിക്ക് എൻ്റെ സിറ്റുവേഷനാണ് പറയാനുള്ളത്. ഒരിക്കലും നമ്മുടെ ഒരു NSS വോളണ്ടിയേഴ്സിൻ്റെയും വീട്ടിലുള്ള ആരും തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആവരുത്. നിങ്ങളെല്ലാവരും അവരെ കരുതണം, നന്നായിട്ട് നോക്കണം. 2022 ഫെബ്രുവരി 12 എനിക്ക് എൻ്റെ കുടുംബത്തിൽ വലിയൊരു നഷ്ടം നടന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ എല്ലാമായി എൻ്റെ അമ്മ എന്നെ വിട്ട് പോയതാണെന്ന്. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞാൽ ഒരു അമ്മ മോളായിരുന്നു. അമ്മ ഇല്ലെങ്കിൽ ജിജി ഇല്ലാതായിരുന്നു എൻ്റെ ലൈഫ്. പക്ഷെ അന്ന് എന്താണ് നടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മൊത്തത്തിൽ സംതിങ് എന്തോ പോലെ ഞാൻ തകർന്നു പോയൊരു നിമിഷമായിരുന്നു അത്. ആ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് ഞാൻ ഇതുവരെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട്. എനിക്ക് എന്ത് വിഷമം വന്നാലും ഞാൻ മാക്സിമം എൻ്റെ വീട്ടുകാരറിയരുത്, അല്ലെങ്കിൽ വീട്ടുകാർ സങ്കടപ്പെടരുത് എന്നുള്ള രീതിയിൽ ഞാൻ മാക്സിമം വീട്ടിൽ പറയത്തില്ല. പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുമായിരുന്നു എനിക്കെന്തോ വിഷമമുണ്ട്, എന്തോ കുഴപ്പമുണ്ടെന്ന്. അമ്മ ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മയും ഫുഡ് കഴിക്കില്ല. എനിക്ക് പനി വന്ന അമ്മ കരയും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അമ്മയില്ലാത്ത ഒരു ലൈഫ് എനിക്കില്ല. ഞാൻ എൻ്റെ അമ്മയെ മുത്തേന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഏത് കാര്യത്തിനും ഞാൻ ആ ടൈമൊക്കെ നന്നായിട്ട് ക്രാഫ്റ്റ് വർക്കും ആർട്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ നല്ല കോസ്റ്റ് ആവശ്യമാണ്, നല്ല പൈസ ആവശ്യമുണ്ട്. പക്ഷെ പപ്പ ആ ടൈം ഗൾഫിലൊക്കെയാണ്. അപ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഓരോ ആവശ്യത്തിനുള്ള പൈസയെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത് അമ്മയായിരുന്നു. ഈ അമ്മ മരിച്ച സിറ്റുവേഷനിൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് ഇത് സഹിക്കാൻ പറ്റാൻ ഞാൻ കൊണ്ടുവന്നെല്ലാം കത്തിച്ചായിരുന്നു. എന്തൊരു വിഷമം വന്നാലും എൻ്റെ കൂടെ അമ്മ നിൽക്കുമായിരുന്നു. എൻ്റെ മുഖം ഒന്ന് വാടി അമ്മയ്ക്ക് മനസ്സിലാവും. ഞാൻ എത്ര അവരെ മുൻപിൽ മാക്സിമം എൻ്റെ വിഷമം പിടിച്ചു നിന്നാലും പക്ഷെ അവർക്ക് മനസ്സിലാവും. എനിക്ക് ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ടൈം. അപ്പോൾ രാത്രിയൊക്കെ എനിക്ക് ശ്വാസം മുട്ടായിട്ട് ഉറങ്ങാൻ പറ്റാണ്ട്, എനിക്ക് ഇരിക്കാനും പറ്റില്ല, കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നിട്ട് കമന്നിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ ഉറങ്ങത്തില്ല, ഉറങ്ങാതെ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കരയും. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നു, എന്തിനായാലും കൂടെ നിൽക്കും. ഞാൻ കരയുമ്പോഴൊക്കെ എൻ്റെ കൂടെ നിൽക്കും. ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അമ്മ ഫുഡ് കഴിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ വലിയൊരു സങ്കടം, അങ്ങനെ വലിയൊരു നഷ്ടം എൻ്റെ കുടുംബത്തിന് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3-4 വർഷമാകുമ്പോൾ, വരുന്ന ഫെബ്രുവരി ആകുമ്പോൾ 4 വർഷമാണ്. ഈ 4 വർഷത്തിനിടയിൽ ഞാൻ അതിന് ശേഷമാണ് എനിക്ക് ആ നഷ്ടം മനസ്സിലാവും. അമ്മയുള്ളപ്പോൾ നമുക്ക് ആ ഒരു വില മനസ്സിലാവത്തില്ല. അതാണ് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത്. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയണ പോലെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് കറക്റ്റായിട്ടുള്ള വില മനസ്സിലായി. ഇപ്പോൾ ഞാൻ കരയുമ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ മുഖം വാടി എന്ത് നീ ഇങ്ങനെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ നീ ഫുഡ് കഴിച്ചാന്നോ ചോദിക്കാൻ എൻ്റെ കൂടെ ആരുമില്ല. ഇപ്പോൾ വീട്ടിൽ ഞാനും പപ്പയുമാണ്.
പക്ഷേ അതിനുശേഷം എൻ്റെ ഓരോ ആവശ്യങ്ങളിലും പപ്പ കൂടെ ഇരുന്നിട്ടുണ്ട്, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഞാനെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സ്വന്തം കാര്യം അങ്ങനെ നോക്കിയൊന്നുമില്ല. എൻ്റെ കാര്യം എന്തോ ആവട്ടെ എന്തോ ആകട്ടെ. പക്ഷെ മറ്റുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഒരു ആവശ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്യും, അവർക്ക് വേണ്ടി എന്ത് വേണോ ചെയ്യാൻ നിൽക്കും. ഇതായിരുന്നു അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളൂ. നീ ആദ്യം നിൻ്റെ സ്വന്തം കാര്യം കുറച്ചെങ്കിലും നോക്കി, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കിടന്നോട്. പള്ളിയിൽ ഞാൻ ഇപ്പോഴും യൂത്ത് കമ്മിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഇങ്ങനെ ഓരോ ഇതിലും ഞാൻ പള്ളി അത് ഇത് ഞാൻ ഫുഡോ ഒന്നും കഴിക്കാതെ കിടന്ന് ഓടും. അപ്പോഴൊക്കെ നിനക്ക് ശ്വാസം മുട്ടുള്ളതാണ്, അതുള്ളതാണ്, ഇതുള്ളതാണ്, നീ സ്വന്തം കാര്യം കുറച്ചെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ തന്നെ ഓരോ നെഗറ്റീവ്സ് വരും, അതിലിരുന്ന് കരയുമ്പോഴും അപ്പോഴൊക്കെ അമ്മ ഒരു ഹെൽപ്പായിട്ട് ഒരു സൈഡ് നമുക്കെന്തോ ഭയങ്കര ഒരു മരം പോലെയാണ്. ആ മരത്തിന് മഴ പെയ്യുമ്പോൾ അതിൻ്റെ അടിയിലിരുന്ന് കഴിഞ്ഞാൽ നനയൂല, ആ കണക്ക്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ തണലില്ലാതെ ആയിരിക്കുകയാണ്. അപ്പം എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഉള്ളവർ തന്നെ അമ്മേ തള്ള എന്നൊക്കെ പറയണത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ തള്ള അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിളിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ഞാൻ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും അമ്മമാരെ നിന്ന് അങ്ങനെ വിളിക്കല്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില ആർക്കും മനസ്സിലാവത്തില്ല. എനിക്കിന്നത് നന്നായിട്ട് അറിയാം. ഇതുവരെ എത്താൻ ഞാൻ ഒരുപാട് അന്ന് അമ്മയില്ലാതെ ജിജി ഇല്ല എന്ന സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇപ്പം നിൽക്കുകയാണ്. മാക്സിമം എൻ്റെ കാര്യങ്ങളെല്ലാം വേറെ ആരെയും ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ ഞാൻ തന്നെ മാനേജ് ചെയ്യണമുണ്ട്. എന്നാലും എനിക്കിന്ന് ആ ഒരു എന്താ പറയുക തണലില്ലാതിരിക്കുകയാണ്. സോ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, വീട്ടിലുള്ള അമ്മയും അപ്പനെയും സ്നേഹിക്കുക, കരുതുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. ഇപ്പോഴേ ചെയ്യാൻ പറ്റും. എനിക്ക് പണ്ടൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. വലുതായിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് അത് വാങ്ങിച്ചു കൊടുക്കണം, ഇത് വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം പോലും ജീവിച്ചതായിട്ട് എനിക്കറിയില്ല. മക്കൾ, ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചത് എനിക്കറിയാവും. എപ്പോഴും കുടുംബത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കാര്യം ഒന്നും നോക്കാതെ കുടുംബത്തിന് വേണ്ടി തന്നെ അമ്മ നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മളെ സ്നേഹിക്കണം, അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അമ്മയ്ക്കെന്ന് പറഞ്ഞൊരു സാരി പോലും വാങ്ങിച്ചതായിട്ട് ഇന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നേ പപ്പ വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയ്ക്ക് കിട്ടണമല്ലോ. അല്ലാതെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ ചിലവാക്കിയിട്ടുള്ളത് എനിക്ക് അറിഞ്ഞു. 1 രൂപ ഉണ്ടെങ്കിൽ അമ്മ കൂട്ടി വെച്ചിട്ട് മക്കളുടെ ആവശ്യത്തിന് എന്തെങ്കിലും എടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അമ്മയില്ല, ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നിനും പറ്റാത്ത സിറ്റുവേഷൻ. അതാണ് ഞാൻ പറയുന്നത്, സ്വന്തം വീട്ടിൽ അമ്മയും അപ്പനെയും സ്നേഹിക്കുക, അവരെ കരുതുക. ഇപ്പോഴേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സോ അവർക്ക് ചെയ്യാൻ പറ്റണ എല്ലാം ചെയ്തു കൊടുക്കുക. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരും തന്നെ എത്തിച്ചേരരുത്. ഇത് വലിയൊരു പാപം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത. സോ എല്ലാവരും വീട്ടിലെ മാതാപിതാക്കളെ കരുതുക. എനിക്ക് മടിയായിരുന്നു, കാരണം എന്ത് പറയണം, എങ്ങനെ പറയണം എനിക്ക് അറിയത്തില്ല. ഇവിടെ ഓരോരുത്തർ അനുഭവം കേട്ടപ്പോഴും എനിക്ക് അവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫാമിലിയിൽ നടന്നൊരു എക്സ്പീരിയൻസ്, എനിക്ക് +1 ഞാൻ അഡ്മിഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, സെപ്റ്റംബർ 12 ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ അത്രയും ദിവസത്തെ ക്ലാസ് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണം ഒരു ക്ലാസ് മിസ്സാക്കല്ലേ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ NSSൻ്റെ നമുക്ക് എന്താ NSSൻ്റെ പ്രോഗ്രാംസും ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ആദ്യമേ NSSൻ്റെ പ്രോഗ്രാംസ് തുടങ്ങി. NSSന് എനിക്ക് സെലക്ഷൻ കിട്ടി. അപ്പം ക്ലീനിങ് ഒക്കെ ആയിരുന്നു ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയ ഡ്യൂട്ടി. അപ്പോൾ കുറേ ക്ലാസ് എനിക്ക് പൊളിറ്റിക്സും ഹിസ്റ്ററിയും എനിക്ക് കുറേ ക്ലാസ് മിസ്സായി. അപ്പോൾ അത് ഞാൻ നോട്ട്സ്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ഗ്രാമർ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ആ നോട്ട് എനിക്ക് അത്ര ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല, കാരണം ഉണ്ടെങ്കിലും 1-2 പേര് അത്രയും മതി. കാരണം എൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ ഇന്നും കോണ്ടാക്റ്റ് ഇപ്പോഴില്ല. സോ അവരുടെ നമ്പർ, അവർക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് ഒരാവശ്യം എന്ന് വെച്ചാൽ നോട്ട്സ് ചോദിക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇവിടെ കോളേജിൽ വരുമ്പോൾ തന്നെ എനിക്ക് എത്ര വയ്യെങ്കിലും, പനിയാണെങ്കിൽ ഉൾപ്പെടെ തീരെ വയ്യെങ്കിലും ഞാൻ സ്കൂളിൽ പോകുന്ന ആളാണ്. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബറിൽ തന്നെ
സെപ്റ്റംബർ ലാസ്റ്റ് 30 എന്തോ ആയപ്പോൾ എൻ്റെ അച്ഛന് അപ്പോൾ ആ സമയം മഴയൊക്കെ ആയിരുന്നു. കോവിഡ് വാക്സിൻ എടുത്ത ശേഷം എൻ്റെ അച്ഛന് തീരെ വയ്യായിരുന്നു. കാരണം ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പറയത്തില്ല. ഞങ്ങളറിഞ്ഞ ഭയങ്കര വിഷമമായിരിക്കും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയണമെങ്കിൽ ഞാൻ ഒറ്റ മോളായിട്ട് ജീവിക്കണോണ്ട് എനിക്ക് ആ ഒരു കാരണം ഇപ്പം എൻ്റെ അടുത്ത് ഏത് ഫ്രണ്ട്സ് ചോദിച്ചാലും ഞാൻ പറഞ്ഞാൽ അച്ഛനാണോ അമ്മയാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടുപേരും ഈക്വലാണ്. കാരണം എനിക്ക് രണ്ടുപേരുടെ അടുത്ത് ആ ഒരു സ്നേഹമുണ്ട്. അപ്പോൾ അച്ഛനിങ്ങനെ ഒരു ദിവസം മഴ നനഞ്ഞു. അപ്പം അച്ഛൻ പെട്ടെന്ന് വയ്യാതെ ശ്വാസം മുട്ടലും അച്ഛൻ പെട്ടെന്ന് വലിച്ചു തുറക്കണം. ശ്വാസം എടുക്കാൻ പറ്റാതെ വലിച്ചു തുറക്കണം. ഞാൻ അറിയണം ഞാൻ സ്കൂളിലാണ്. അപ്പോൾ ടീച്ചേഴ്സിന് ആരും ഇതും അറിയിക്കില്ല. അപ്പം അബ്ബ അടുത്തൊക്കെ ഒരു വീണ്ടും അടുത്ത് മാമയുണ്ട്. ആ മാമ അറിയിച്ച് ഓട്ടോയിൽ തന്നെ അച്ഛൻ ആരനാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റലുണ്ടെങ്കിലും അവിടെ ട്രീറ്റ്മെൻറ്റ് കൃത്യമുള്ള ഡോക്ടേഴ്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ വീട് തൊട്ട് താഴെ ഡോക്ടറെ വീടുണ്ട്. അവിടെ കൊണ്ടുപോയി ഇപ്പം ECG എടുത്തപ്പോൾ അച്ഛൻ്റെ ഹാർട്ട് വേരിയേഷനുണ്ട്. പറഞ്ഞാൽ ഇത്ര ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ ₹1 പോലും ഇല്ലാത്തൊരു സാഹചര്യം. അച്ഛന് ജോലിക്ക് അപ്പം അതുവരെ അച്ഛൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഞാൻ +1 വരെ അച്ഛൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നു. ഈ വയ്യാതായ ഒരു 2 ദിവസം അച്ഛൻ ജോലിക്ക് പോയി. മഴയൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ റബ്ബർ വെട്ടാണ് പണി. എൻ്റെ അച്ഛൻ 10ൽ പഠിക്കുമ്പോൾ തെങ്ങിന്ന് വീണിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇവിടെ ടീച്ചറിനൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും. പണ്ടുള്ളത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ കഷ്ടപ്പെട്ട ഒരു കാലമുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛന് അച്ചാച്ചയില്ല, എൻ്റെ അച്ഛന് അച്ഛയില്ല. എൻ്റെ അച്ഛനും കുഞ്ഞുനാളിനെ മരിച്ചു പോകണം. അപ്പം അച്ഛനൊരു അനിയത്തിൻ്റെ അനിയുണ്ട്, അച്ഛമ്മയുണ്ട്. അപ്പോൾ ഇവന് 3 പേരും കാരണം എൻ്റെ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ അച്ഛനാണ് അവിടെ മൂത്ത മോൻ. അപ്പോൾ അച്ഛനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ക്ലാസ്സും അതിൻ്റെ ഇടയ്ക്കൂടെ ജോലിക്ക് എൻ്റെ അച്ഛൻ പോട ആളായിരുന്നു. അങ്ങനെ അച്ഛൻ 10ൽ പഠിക്കുമ്പോൾ തെങ്ങി കയറി തെങ്ങിയത് വീട് നട്ടല് കമ്പി പൊട്ടി കമ്പി ഇട്ടിക്ക് ഇപ്പോഴും ആ കമ്പി ഇട്ടിട്ടുണ്ട്. കമ്പി ഇട്ടിങ്ങനെ ഒരാളാണ്. അങ്ങനെ അച്ഛന് ഈ ഒരു വയ്യാതായി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവർ പറഞ്ഞ് 108 തന്നെ കൊണ്ടുപോകണം, ഇത്ര ക്രിട്ടിക്കലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞ് എനിക്കന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ആരനാട് വന്നപ്പോൾ ഞാൻ ആരനാട് സ്കൂളിൽ നിന്ന് പഠിക്കണം. അടുത്തിടെ ഹോസ്പിറ്റൽ ആരനാട് വന്നപ്പോൾ ഇവിടെ അച്ഛൻ്റെ 108 കയറ്റി ഇങ്ങനെ കിടത്തിയിരിക്കുക. അപ്പം എനിക്ക് എന്താണ് കാര്യമൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് ഒന്ന് ചോദിച്ചു, അമ്മ എന്തിനാ അച്ഛനങ്ങനെ 108 കയറ്റി വിട്ടിരിക്കണേ? എന്നെ സംബന്ധിച്ച് 108ൻ്റെ ശബ്ദമൊന്നും കേൾക്കുമ്പോൾ 108 ആംബുലൻസിൻ്റെ ശബ്ദമൊന്നും കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പെട്ടെന്ന് ഞാൻ ഒമറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര തല ഇറക്കും ഒമറ്റിങ് എനിക്കെല്ലാം വന്ന ഒരാളാണ്. പക്ഷെ ആദ്യം തൊട്ട് അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛനിങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് BP നോർമലായിട്ട് നിൽക്കുന്ന ഒരാളല്ല. എനിക്ക് ഹൈ ആയാലും ലോ ആയിട്ടും ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഹൈ ആണെങ്കിലും ലോ ആയിട്ട് എനിക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പം പെട്ടെന്ന് ഞാൻ അച്ഛനും ഹൈയാന്ന് പറഞ്ഞപ്പോൾ എന്നെ കയ്യിൽ നിന്ന് പോയി പെട്ടെന്ന് അവിടെ തന്നെ തല ഇറങ്ങിയാണ്. എന്നെ ആ 108 തന്നെ ട്രിപ്പ് വിട്ട് എന്നെ വീണയാണ് മെഡിക്കൽ കോളേജിൽ. അന്ന് ഞങ്ങൾക്ക് ₹1 പോലും എടുക്കാനില്ല. അന്ന് ഡോക്ടർ അവിടെ വീട്ടിലോട്ടായ ഡോക്ടർ 1000 രൂപ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇപ്പം ആറിനടക്കം ഉള്ളവർക്ക് പറഞ്ഞേ അറിയാക്കി പ്രകാശ് ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടറാണ് 1000 രൂപ ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ അച്ഛനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ECG എടുത്തു. അപ്പോൾ അവിടെ അന്ന് ഫുള്ള് അവിടെ അഡ്മിറ്റായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കടകൾ അറിയത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഫുഡ് ഉച്ച വരെ അടുത്ത സ്കൂളായതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കൊണ്ടുപോയില്ല, ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അമ്മ നല്ലതുപോലെ പറഞ്ഞു, ഇനി വല്ല മാച്ചരാ ഈ വെറുതെ ഒന്നും കഴിക്കാതിരിക്കണ്ട, ഇനി അടുത്ത് വീണ്ടും അച്ഛനും വയ്യ, ഇനി അടുത്ത് വീണ്ടും നിനക്ക് വയ്യാതാക്കണം, ഇനി ട്രിപ്പ് പെട്ടെന്ന് തന്നെ എനിക്ക് ട്രിപ്പ് ചെയ്ത് അച്ഛനിങ്ങനെ വീണ്ടും എനിക്ക് വയ്യാതാക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് അപ്പോഴും അമ്മ പറയണത് ഫുഡ് കഴി എന്ന് തന്നെ അപ്പോഴും പറയണം. അങ്ങനെ അച്ഛനും വയ്യ. ഇപ്പോഴും എൻ്റെ അച്ഛൻ ട്രീറ്റ്മെൻറ്റ് ഡിസംബർ 1 എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി ECG എടുത്ത് ഇപ്പോഴും വേരിയേഷനുണ്ട്. ഇനി എൻ്റെ അച്ഛന് ജനുവരി 3 അന്ന് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞങ്ങൾ 3 പേരും. കാരണം ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പോകുന്നതെന്ന് വെച്ചാൽ ഒറ്റ ബസ് ത്രൂ ആയിട്ട് 6:15 ഒരു ബസ്സാണ് ഫസ്റ്റ്. പക്ഷേ അത് ഫാസ്റ്റ് ബസ്സാണ്. അപ്പോൾ അത്രയും പൈസയാവും. അങ്ങനെ ഞങ്ങൾ ലോക്കൽ ബസ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കണം.
നെടുമങ്ങാട് ചെന്നിട്ട് നെടുമങ്ങാടുന്ന് മെഡിക്കൽ കോളേജ് ബസ്സിന്. ഇപ്പോഴും എനിക്കിപ്പോഴും ക്യാമ്പിനൊന്ന് ആ ഒരു നിമിഷം അച്ഛനെ വീട്ടിൽ വയ്ക്കുക. അപ്പം അമ്മ എന്നെ എല്ലാം തലയ്ക്ക് 23 പാക്കിംഗ് ഒക്കെ ചെയ്ത് എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ കൂടെ BP അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൂടെ. ഇപ്പോൾ എനിക്ക് BP 123 അത്ര ഹൈ ആണ്. എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ഫാമിലിയെ വിട്ട് ഞങ്ങൾ നിന്നിട്ടില്ല. ഈ സ്കൂളിലെ ക്യാമ്പ് പോയിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലോ അങ്ങനെ ആരും വീട്ടിലും ഞാൻ ചെന്ന് നിൽക്കണ ആളല്ല. ചെന്ന് നിൽക്കണമെങ്കിലും എനിക്കൊരു ഫാമിലി ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഡേ മാത്രം, നൈറ്റ് അങ്ങനെ ഞാൻ വലുതായിട്ട് നിൽക്കത്തില്ല. പുള്ളിക്കാരൻ വന്ന് നിൽക്കും. ഞാൻ അങ്ങനെ നൈറ്റ് അങ്ങനെ പോയി നിൽക്കണ ആളല്ല. ഇങ്ങനെ ക്യാമ്പിന് പോണ ദിവസമായപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്മ വെച്ച് പോണം അടുത്ത ക്യാമ്പിന് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, പോകണം, അടുത്ത ക്യാമ്പ് എന്നാലും ഞാൻ വീട്ടിൽ നിൽക്കണം. എനിക്ക് വീട്ടിലെല്ലാം എനിക്ക് ക്രിസ്മസ് എന്ന് വെച്ചാൽ ജീവനാണ്. ഓണത്തിനൊക്കെ കാലം എനിക്ക് ക്രിസ്മസ് ജീവനാണ്. ഞങ്ങൾക്ക് പുൽക്കൂട് ഉണ്ടാക്കണം. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ്. എന്നാൽ കേക്ക് എനിക്ക് അതിനേക്കാളും ഏറ്റവും കൂടുതൽ ജീവൻ പുൽക്കൂട് ഉണ്ടാക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഇന്ന് വരെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ വർഷം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്യാമ്പിൽ ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കണം. അങ്ങനെ ക്യാമ്പിൽ പോയില്ലെങ്കിൽ പുൽക്കൂട് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ക്യാമ്പിൻ്റെ ഇതിൽ എനിക്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പിന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലെന്ന് എൻ്റെ അടുത്ത് ഇപ്പോഴും പറഞ്ഞ് വിട്ടതാണ്. കാരണം അന്നും എൻ്റെ അച്ഛൻ ഞാൻ യാത്ര വെച്ചപ്പോൾ ഇവിടെ നിന്ന് അച്ഛനും കണ്ണീർ നോക്കി. ഞാൻ ഓൾറെഡി മിക്കവരും മുഖത്ത് നോക്കി. കാരണം ഞാനോട്ട് പോകണ്ടായി നിൽക്കട്ടെ മിക്കവരും മുഖത്ത് നോക്കി സംസാരിക്കും. അത് ഇന്നും എൻ്റെ ഫ്രണ്ട്സിനോടായാലും അങ്ങനെയാണ്. എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ യാത്ര വെച്ചപ്പോൾ തന്നെ അച്ഛനെ കണ്ണ് നിറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അമ്മ ഇവിടെ വന്ന് എന്നെ കൊണ്ടാക്കിയപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി കരഞ്ഞ്. സോ എനിക്ക് അത്രയ്ക്കും ഇപ്പോഴും എനിക്ക് മിസ് ചെയ്യണ എൻ്റെ ഫാമിലിയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ഇങ്ങനെ ഓരോ അമ്മമാരും അച്ഛന്മാരെയും കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് എൻ്റെ ഫാമിലിയാണ്. എനിക്ക് അന്ന് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ ഇപ്പോഴും ഈ നിലയിൽ നിൽക്കത്തില്ല. എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്. ഞാൻ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. എൻ്റെ അച്ഛനെ കോട്ട് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇരിക്കണ ഒരു ഫ്രണ്ട്സിന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ സാഹചര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം ഞാൻ ഇവിടെ പറയണ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അടുത്ത് ഒരു കുട്ടി വ്യക്തിപരമായി എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടെ പറയണ വേണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്രത്തോളം ഹേർട്ടായ ഒരു കാര്യമാണെന്ന്. നീ കോളേജിൽ സാമ്പാർ കൊണ്ടുവരുന്നല്ലോ, അതിന് മലക്കറി എവിടെ നിന്നാണ് കിട്ടണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് എത്ര മനസാക്ഷി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാരണം എനിക്ക് അത്രത്തോളം ഹേർട്ടായി. ആ കുട്ടി എങ്ങനെയാണത് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ കുട്ടി മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നില്ല. ഒരു രൂപ ചോദിച്ചാലും എനിക്ക് എവിടെ നിന്നായെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിൽ തന്നെ എനിക്ക് അത്രയും കടം തരുന്നു. എനിക്ക് ഏത് കടയിൽ നിന്ന് കടം കിട്ടുന്നു എന്ന് ചോദിച്ച ഒരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ നിങ്ങൾ ഉത്സവം അവർക്ക് അറിയാമായിരിക്കും. പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ ഞങ്ങൾ സദ്യ മാക്സിമം ഞങ്ങൾ ദിവസങ്ങൾ സദ്യയാണ് കൊടുക്കുന്നത്. ആ സദ്യ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ ഇപ്പം മലയാളം അതിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്റർ ഫുഡ് വേസ്റ്റ് ആക്കല്, ഫുഡിനെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. എനിക്ക് ഫുഡ് വേസ്റ്റ് ആക്കണ ഇഷ്ടമാണ്. മാക്സിമം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞങ്ങളവിടെ പാത്രം കൊണ്ടുപോകും. ഇനി ഒരു നാണക്കേടുമില്ല പറയാൻ. അവിടെ ഞങ്ങൾ പാത്രം കൊണ്ടുപോകും. അപ്പോൾ ആ പാത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അവിടെ ബാലൻസ് വന്ന ഫുഡ് സാമ്പാറായാലും എന്ത് മലക്കറിയിലെ എന്ത് കൂട്ടാങ്ങളായാലും ഞങ്ങൾക്ക് അവിടെ നിന്നാണ് കിട്ടണത്. അല്ലാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോ കടയിൽ നിന്ന് വാങ്ങിച്ചോ ഒന്നും അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഒക്കെ ഉപയോഗിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ 10ാം ക്ലാസ് +1 പകുതി വരെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളടുത്തും അല്ലെങ്കിൽ ഓരോ NSS വോളണ്ടിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ അച്ഛനും അമ്മയും കൊണ്ട് ഉപേക്ഷിക്കരുത്.
കാരണം അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും. നമ്മളെ കണ്ടാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മളെ മക്കൾ പഠിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെയും കൊണ്ട് ഉപേക്ഷിക്കരുത്. അത് പ്രത്യേകിച്ച് പാരൻസിന്, നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തണ പാരൻസിന്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. കുറേ പേർക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. നമ്മുടെ ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ അത്രയും അങ്ങോട്ട്, അതായത് പഴയ കുട്ടികൾ നന്നായിട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പുതിയ കുട്ടികൾ അത്രത്തോളം സംസാരിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് ഓരോ തലമുറ കഴിയും തോറും ഈ ഇടപെടലിൻ്റെ രീതി മാറി മാറി വരുന്നു എന്നാണ് തോന്നുന്നത്. നിങ്ങൾ മാക്സിമം ഇതുപോലുള്ള വേദികൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ NSSൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വ്യക്തിത്വ വികസനം എന്നാണ്. അല്ലാതെ കാട് വെട്ടിത്തെളിക്കലോ മതിൽ പെയിൻ്റ് അടിക്കലോ അല്ല. അവനവൻ്റെ വ്യക്തിത്വ വികാസമാണ് NSS ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നത് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കാനാണ്. അത് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇത് വീട്ടിൽ ചെന്ന് വേറെ ഒന്നും പൈസയൊന്നും വീട്ടുകാർക്ക് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്ത് കൊടുത്തില്ലെങ്കിലും ഒരു 5 മിനിറ്റ് നേരം അമ്മയോടും അച്ഛനോടും ഇരുന്ന് സംസാരിക്കുക. ഫോൺ മാറ്റി വെച്ചിട്ട് അമ്മയോടും അച്ഛനോടും ഇരുന്ന് അന്നത്തെ വിശേഷം ചോദിക്കാനായിട്ട് കുറച്ച് നേരമെങ്കിലും ചിലവഴിക്കുക. അതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.